ഹായ് ഫ്രണ്ട്സ്, LBSൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതിൻ്റെ നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഒരുപാട് കൂട്ടുകാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വളരെയധികം ഹാപ്പിയോടുകൂടി ഇങ്ങനെ അലോട്ട്മെൻറ്റിലായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. വളരെയധികം സന്തോഷം. പക്ഷേ ചിലരെന്നെ വളരെ സങ്കടപ്പെട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ്. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. നമുക്കിനിയും ചാൻസസ് കിടക്കുകയാണ്. സെക്കൻഡ്, തേർഡ്, അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഒക്കെ വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം ഹാപ്പി ആയിരിക്കുക. നമുക്കിതിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നൊന്ന് നോക്കാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ സൈറ്റിലേക്ക് കയറാം. അതിനകത്ത് നേഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ് എടുക്കാം. അപ്പോൾ അതിനകത്ത് തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള നോട്ടീസ് നമുക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ അതിനകത്ത് ഓഗസ്റ്റ് 6 വൈകുന്നേരം 5 മണിക്ക് മുന്നായിട്ട് കിട്ടിയിട്ടുള്ളവർ ഫീസ് അടയ്ക്കണം. അതുപോലെ തന്നെ രണ്ടാം അലോട്ട്മെൻറ്റിനായുള്ള ഓപ്ഷനുകളുടെ പുനഃക്രമീകരണവും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 6 വൈകുന്നേരം 5 മണിക്ക് മുന്നായിട്ടാണ് നടത്തേണ്ടത്. അപ്പോൾ ഇതിനകത്ത് അലോട്ടഡ് ലിസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് നമ്മളുടെ BSc നേഴ്സിംഗ് കോഴ്സ് കൊടുക്കുക. കോളേജസ് LBS അംഗീകരിച്ചിട്ടുള്ള എല്ലാ നേഴ്സിംഗ് കോളേജുകളും ഈ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്കൊരു കോളേജ് നോക്കാം. ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴ നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. അപ്പം ഇതിനകത്ത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാവരുടെയും പേര് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളവരുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് സ്റ്റേറ്റ് മെറിറ്റ് എന്നാണ് SM മീൻ ചെയ്യുന്നത്. സ്റ്റേറ്റ് മെറിറ്റ് ആണ്. അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്ക് 300-ലാണ്. അപ്പോൾ 300-ൽ എത്ര സ്കോർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കിതിനകത്ത് കാണാം. 300-ൽ 300 സ്കോർ ചെയ്തിട്ടുള്ളവർക്കാണ് സ്റ്റേറ്റ് മെറിറ്റിൽ വന്നിട്ടുള്ളത്. 299.17 വന്നിട്ടുള്ളവർക്കും സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയിട്ടുണ്ട്. അതുപോലെ അതിനുശേഷം വരുന്നത് കാറ്റഗറൈസേഷനാണ്. MU, EW, EZ ഇതെല്ലാം കാറ്റഗറൈസേഷനാണ്. MU എന്ന് പറയുന്നത് മുസ്ലിം, EZ ഈഴവ, അങ്ങനെ. ഓക്കെ, അപ്പോൾ താഴേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രീസ്ഡ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. ഫ്രീസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിനി ഫർദറായിട്ട് വേറെ അലോട്ട്മെൻറ്റ് നോക്കുന്നില്ല. അവർക്ക് കിട്ടിയ കോളേജിൽ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് ഇനി ഫർദർ അലോട്ട്മെൻറ്റുകളൊന്നും നോക്കുന്നില്ല എന്നുള്ളതാണ് ഫ്രീസ്ഡ് മെൻഷൻ ചെയ്യുമ്പോൾ കാണുന്നത്. ഈ ഫ്രീസ്ഡ് എന്താണെന്ന് ഒരുപാട് കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പലർക്കും അതെന്താണെന്നുള്ളത് ഇനി ഇത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ള രീതിയിലനുസരിച്ച് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നുമല്ല. അവരുടെ സീറ്റിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതാണ് ഫ്രീസ്ഡ്. അവരതിനകത്ത് ഇനി ഫർദർ അലോട്ട്മെൻ്റ് ഒന്നും നോക്കുന്നില്ല എന്നുള്ളത് മീൻ ചെയ്യുന്നതാണ് ഫ്രീസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഈ രീതിയിൽ ഇഷ്ടംപോലെ ഇതുപോലെ കോളേജുകൾ, ഏത് കോളേജുകൾ വേണമെങ്കിലും നമുക്കിങ്ങനെ നോക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് കൊച്ചി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സ്റ്റേറ്റ് മെറിറ്റിൽ 300-ൽ 300 സ്കോർ ചെയ്തവരാണ് കൂടുതലും. കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. കാറ്റഗറൈസേഷൻ വരുന്ന സമയത്ത് 299.17-ലാണ് വന്നിട്ടുള്ളത് കാറ്റഗറൈസേഷൻ. അതുപോലെ തന്നെ ഫ്രീസ്ഡ് കാണാം നിങ്ങൾക്ക്. പേയ്മെൻറ്റ് അടച്ചതും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ കോളേജിൻ്റെയും ഡീറ്റെയിൽസും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഏതൊരു കോളേജ് നിങ്ങൾ അലോട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുള്ള ഏത് കോളേജ് വേണമെങ്കിലും എന്താണ് അതിൻ്റെ ഒരു സ്റ്റാറ്റസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതുവഴി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും ഇതിനകത്ത് നമുക്ക് ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ വരും. ഇതിൻ്റെ ഫർദർ അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതുവരെയും ഈ വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ഡേഷന് വേണ്ടി കാണുക. അതുപോലെ തന്നെ നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്നറിയാം. നിങ്ങൾ എൻ്റെ അപ്ഡേറ്റഡ് വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമുക്ക് ഇനിയും ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരും. അപ്പം നിങ്ങളത് കാണുക. അപ്പം ആരും തന്നെ സങ്കടപ്പെട്ടിരിക്കരുത്. നമുക്കിനിയും ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റാ. ഹായ് ഫ്രണ്ട്സ്, LBSൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന കാര്യം നിങ്ങളെല്ലാം